ഇവര് 2014 മുതലുള്ള ഒരു സാമ്പത്തിക പ്രശ്നമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ കുട്ടികളെ ചേർക്കാൻ വരുമ്പോൾ ബാങ്കിന് ഇവിടെ ഇങ്ങനെ ഒരു വിഷയമുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ബാങ്കിന്റെ ഹൈപ്പോത്തിക്കേറ്റഡ് കോട്ടക് മഹീന്ദ്ര എന്നുള്ളൊരു ബോർഡൊന്നും ഇവിടെ ഇല്ല. നിലവിൽ SN ട്രസ്റ്റിന്റെ ഭാഗമാണ് ഈ കോളേജ് എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെയൊക്കെ ആ ട്രസ്റ്റിന്റെ ഭാഗമാണെന്ന് എഴുതിയിട്ടാണ് ഞങ്ങളിവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് ചേർക്കുന്നത്. അപ്പോൾ ഇത് അതിൽ ഇവിടെ കുറച്ച് ആളുകളോട് ചേർന്നിട്ട് ഇവരിങ്ങനെ ട്രസ്റ്റ് ഫോം ചെയ്തിട്ട് അഫിലിയേഷനൊക്കെ മേടിച്ചൊരു കോളേജ് നടത്തുന്നതാണെന്ന് അറിഞ്ഞത്. നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കോളേജായിരുന്നു. സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റിയ ഫീസ് സ്ട്രക്ചറൊക്കെ ഉള്ളൊരു കോളേജായിരുന്നു. പക്ഷേ ഇവർ ഈ കോട്ടക് മഹീന്ദ്ര എന്ന ബാങ്കിൽ നിന്ന് 4 കോടി രൂപയാണ് വായ്പ എടുത്തിരുന്നത്. ഇപ്പോൾ അത് 18 കോടി രൂപയായി മാറിയിരിക്കണമെന്നാണ് പറയണത്. ഞങ്ങൾ കുട്ടികളെ ഇവിടെ ചേർക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ ആർട്സ് കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. ഈ ഇന്റഗ്രേറ്റഡ് MCA എന്ന് പറഞ്ഞൊരു കോഴ്സിന് പഠിക്കുന്നത് എൻ്റെ കുട്ടി അതിന് പഠിക്കുന്നുണ്ട്. 2.5 വർഷം പിന്നിട്ട് 5 വർഷത്തെ കോഴ്സാണ്. ഇത് വേറെ ഒരു കോളേജിലേക്ക് കേരളത്തിൽ മാറ്റി പഠിപ്പിക്കാൻ പറ്റില്ല, റിയോലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ 2.5 വർഷം ഇത് KT യൂണിവേഴ്സിറ്റിയാണ്. വേറെ ഒരു കോളേജ് ഇവിടെ ഇല്ല. ഒരു കോളേജുള്ള പാലയിൽ ഓട്ടോണമസ് കോളേജാണത്. അവിടെ 60 ആണ് സ്ട്രെങ്ത്. ഇവിടെ 125 കുട്ടികളാണ് ഇതിന് പഠിക്കുന്നത്. ഇവരെ മാറ്റാൻ പറ്റില്ല. ഹൈക്കോടതിയിൽ ചെന്നിട്ടുണ്ടായിരുന്നു, ബാങ്ക് ചെന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതി ചെന്ന് കോടതി പറഞ്ഞതാണ് റിയോലൊക്കേറ്റ് ചെയ്തിട്ട് ഇവർ പൊസഷൻ എടുത്തോളൂ എന്ന് പറയുന്നത്. കുട്ടികളെ റിയോലൊക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഈ പ്രത്യേകിച്ച് ഇന്റഗ്രേറ്റഡ് MCA പഠിപ്പിക്കാൻ സാധ്യമല്ല. ഇവിടെ ഞങ്ങൾ ഒരു നിവൃത്തിയില്ലാതെ രക്ഷകർത്താക്കൾ നിൽക്കുകയാണ്. പോലീസ് ആവട്ടെ ബാങ്കിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് പോലീസ് വന്നേക്കുന്നത്. ഞങ്ങളുടെ പേരൻസിന്റെ കാര്യം അവർക്കൊരു വിഷയമല്ല. പേരൻസിനകത്തിയിട്ട് ഇവർ എന്തോ വയലേഷൻ ഉണ്ടാവുമെന്നാണ് പോലീസ് പറയുന്നത്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് അവർ തീരുമാനിക്കട്ടെ എന്താണ് വയലേഷൻ. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്തൊരവസരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കണു. എന്നിട്ട് ഇവര് ഇത് 2014 മുതലുള്ള കാര്യമാണെന്ന് അറിയണത്. അല്ല, അവര് പറയുന്നത് ഞങ്ങൾ ഇവിടെ ബയർ വരുന്നുണ്ട്, ഞങ്ങൾ വേറെ ഒരു കച്ചവടക്കാർ വന്നു കഴിഞ്ഞാൽ ഇത് കടഞ്ഞങ്ങൾ ഞങ്ങൾ തീർക്കാനായിട്ട് ശ്രമിക്കും, അവർ വരണ്ട് ഇവർ വരണ്ട് എന്നൊക്കെ പറയുന്നു. ബാങ്കിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ പ്രാവശ്യം 19-ാം തീയതിയാണെന്ന് എൻ്റെ ഓർമ്മ, ഒക്ടോബർ 19-ാം തീയതി വന്നിട്ട് അവർ ഇത് അറ്റാച്ച് ചെയ്തിട്ട് അവർ ആ നിമിഷം തന്നെ ഇത് ഞങ്ങളൊന്ന് സംസാരിച്ചു, ചെക്ക് കൊടുത്തു. ഈ ചെക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവർ മാനേജ്മെന്റിന്റെ 2 ആളുകൾ തമ്മിലുള്ള തർക്കം കാരണം ഈ ചെക്ക് പാസ്സാക്കി വിടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പേരൻസിന്റെ കയ്യിൽ നിന്നൊക്കെ എടുത്തു കൊടുത്ത് വീട്ടാവുന്ന ഒരു കടമല്ല അത്. 18 കോടി രൂപയാണെന്നാണ് ഞങ്ങൾ അറിയുന്നത്. അവർ തമ്മിൽ എന്തൊക്കെ ക്ലാഷ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഈ നിലവിലിപ്പോൾ ഞങ്ങൾ വരുമ്പോൾ ഉണ്ടായിരുന്ന മാനേജ്മെന്റ് മാറി. ഇപ്പോൾ വേറൊരു മാനേജ്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ഏതാണ്ട് 1 കോടി രൂപയുടെ അടുത്ത് ഇത് അടയ്ക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കി. ഞങ്ങൾ ചെയ്തത് ഈ 2 കൂട്ടർ തർക്കമുള്ള 2 മാനേജ്മെന്റിനും ഞങ്ങൾ കളക്ടറുടെ മേശപ്പുറത്ത്, അതായത് ഒരു മേശയ്ക്ക് ചുറ്റിനും ഇവരെ ഇരുത്തി. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഉണ്ടായ നിർദ്ദേശം, നിങ്ങൾ 2 കൂട്ടരും ചേർന്നിട്ട് കുട്ടികളെ പഠിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ആ സാമ്പത്തികം ബാങ്കിൽ കിടക്കുന്നത് നിങ്ങൾ 2 കൂട്ടരും സംയുക്തമായിട്ട് തീരുമാനം എടുക്കുക. അപ്പം നിലവിലുള്ള ഒരാൾ സൈൻ ചെയ്തിട്ട് മറ്റവർ കണ്ടു ബോധ്യപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ബാങ്കിൽ സൈൻ ചെയ്തിട്ട് പൈസ എടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ ബാങ്കിൽ അടയ്ക്കാനുള്ള ഈ എമൗണ്ട് ഇവർ ഒരു കൂട്ടിയിട്ട് സഹകരിക്കാത്ത അവസ്ഥയിലേക്ക് വന്നു. അതിനിടയിൽ ഇപ്പോൾ പഴയ മാനേജ്മെന്റിന് ഹൈക്കോടതിയിൽ നിന്ന് വിധി ഉണ്ടായി, അവർക്ക് കയറാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ മുതൽ ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും 100%. ഇപ്പം ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പം സെമസ്റ്റർ ഫീസ് കൊടുത്താൽ പഠിപ്പിക്കണത്. ഈ വർഷം പുതിയ അഡ്മിഷൻ എടുത്തു കോടതി പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് എന്നിട്ട് പൈസ ഒക്കെ തിരിച്ചു കൊടുക്കാൻ ഒക്ടോബറിൽ ഒരു ജപ്തി ഉണ്ടായിരുന്നു. അന്ന് ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ചെക്ക് കൊടുക്കാനുള്ള പൈസ അവര് സമാഹരിച്ചിട്ടുണ്ടായിരുന്നു. ഇവര് 2 കൂട്ടരും തമ്മിലുള്ള ഈ തർക്കത്തിന്റെ ഇടയിൽ അത് സാധിക്കാതെ വന്നു. ഫലത്തിൽ ഇപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, ഇവര് ജപ്തിയാണ്. ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ എങ്ങോട്ട് കൊണ്ടുപോകും? അതിന് നിവൃത്തിയില്ല.